അമ്മമാർക്ക് വേണ്ടി എന്ന ചാനലിലൂടെ വളരെ പ്രധാനമായ ഒരു രംഗം കാട്ടാൻ പോവുകയാണ്. വരയാൻ പൂച്ച ആത്ത് വന്ന് കിടക്കുകയാണ്. ഇതാ ചുട്ടുമോൻ എണീച്ച് വരുമ്പോൾ തന്നെ കാണുന്നത് വരയാൻ പൂച്ച ആത്ത് വന്ന് മോനെ അറ്റാക്ക് ചെയ്യാൻ വന്ന് കിടക്കുകയാണ്. കേട്ടോ, രണ്ട് രംഗം കണ്ട നമ്മളെ ചാനലിലൂടെ പെട്ടെന്നാണ് ഓരോ സീനെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ പുലർച്ചയാണ് കണ്ട മോനെ അകത്തേക്ക് നമ്മളെ വരയാൻ പൂച്ച വന്ന് കിടക്കുകയാണ്. എൻ്റെ മോൻ ഉറങ്ങി എണീച്ച് വരുമ്പം തന്നെ കാണുന്ന രംഗമാണിത്. കണ്ടു നോക്കൂ, ഓന് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. കണ്ട എന്തോ ചുറ്റു വാവാ ഓന് കടി വെച്ച് കൊടുക്കുവാ വാവാ. ഇന്നലെ മോനെ കാല് കളിച്ച് പൊട്ടിച്ചില്ലേ? ഇനി വരയാൻ പൂച്ച എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊല്ലുവല്ല. കണ്ട എൻ്റെ വാവ അറ്റാക്ക് ചെയ്യുന്നു. കണ്ട എൻ്റെ വാവ അറ്റാക്ക് ചെയ്യാണ്. ഇത് പേപ്പറും കാര്യങ്ങളും വേസ്റ്റുകളെല്ലാം ഉണ്ട്. എങ്കിലും നമ്മൾ മനുഷ്യന്മാരെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വൃത്തിയാക്കിയിട്ടല്ല എടുക്കുക. പക്ഷേങ്കിൽ എന്താ പൂച്ചകളെ വെച്ചിട്ട് മൃഗങ്ങളെ വെച്ചിട്ട് എടുക്കുമ്പോൾ എന്താണ് കണ്ടു നോക്ക്. കണ്ട വരയാൻ പൂച്ച അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആദ്യം ഇവനെ പ്രതീക്ഷിച്ച് അഥവാ ഞാൻ പുറത്തു പോവുകയാണെങ്കിൽ ഇവൻ കൊല്ലു എൻ്റെ മോനെ. കണ്ട ചുട്ടോ കൊണ്ട് നല്ല 4 കടിയൂടെടാ. കടാ അതെ 2 കടി നൽതകളാ. വരയാൻ പൂച്ച എൻ്റെ കുഞ്ഞിനെ കടിച്ച് കൊല്ലാൻ വന്നിരിക്കുകയാണ്. വരയാൻ പൂച്ച എൻ്റെ കണ്ട 2 അറ്റാക്കും കണ്ടോ? നിങ്ങൾ കണ്ടു നോക്കൂ, എന്ത് മനോഹരമായ. ഞാൻ ഉറങ്ങി എണീച്ച് വരുമ്പോൾ തന്നെ കാണുന്ന രംഗമാണിത്. ഞാൻ ക്യാമറയിൽ ഫുള്ള് പകർത്തു വേണു. കണ്ട നമ്മളെ അടുക്കളയൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത് അടിപൊളി വീടെടുക്കുമപ്പാ. അതെല്ലാം പോട്ടെ. ഇപ്പം ഇത് നന്നാക്കാൻ നിന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അമ്മക്ക് സുഖമില്ലാണ്ടായി. സുഖമില്ലാണ്ടായ പണി നിന്നുപോയി. നല്ല അടിപൊളിയാക്കാൻ പോയതന്നെ. കണ്ട ചുറ്റുവാ 4 കൂടെ അല്ലേ കൊടി വരയൻ പൂച്ചേ അടി കൂടും. വരയൻ പൂച്ച അടി കൊടുക്കാൻ പോകുന്നു. വരയൻ പൂച്ച അടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ തന്നെ ബാക്കി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബാക്കി എൻ്റെ വക കണ്ടു നോക്കൂ. അമ്മമാരെല്ലാം കണ്ടു നോക്കൂ. ഇതെല്ലാം ജോളി എന്താ ചുട്ടുമാൻ ഇംഗ്ലീഷ് പറ, മലയാളത്തിൽ പറ. അടിച്ച് തെറിച്ച് പോകാൻ പറ. എൻ്റെ ശത്രുക്കളോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലെല്ലാം സംസാരിക്കേ. പോകാൻ പറ ചുറ്റു. ഇംഗ്ലീഷ് പറ, മലയാളത്തിൽ പറ, ഹിന്ദി പറ, സംസ്കൃതത്തിൽ എല്ലാത്തിലും അടിച്ച് കളിച്ച് ശത്രുക്കളെ അങ്ങനെയാണ് അടിച്ച് വാഴ്ത്തണ്ടേ. തൂത്ത് കാണണം മോനെ, ശത്രുവിനെ തൂത്ത് കാണണം. എൻ്റെ മോൻ കണ്ട ശത്രുവാണ്, മോൻ്റെ ശത്രുവാണ്. നിങ്ങൾ കണ്ടു നോക്കൂ. അതിമനോഹരമായ കാഴ്ച. കണ്ടു നോക്കൂ മോനെ. ഇംഗ്ലീഷ് പറ. റാസ്കിൾ എന്ന് പറ മോനെ. തേണ്ടി റാസ്കിൾ ചുട്ടു പറടാ. ശത്രുക്കളെ ഇങ്ങനെയാണ് മുന്നേറേണ്ടത്. പല ഭാഷകളിലും നമ്മൾ പറയണം. എന്തോ പറയ്. എൻ്റെ മോൻ പറയുന്നുണ്ടാ എന്തോ മതി ചുട്ടു നിർത്തേ. പോകാണ് ഞങ്ങൾ മനോഹരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ കാഴ്ച മൃഗങ്ങളെ വെച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന
സന്ദർഭമില്ല കേട്ടാ. എൻ്റെ മോൻ കേട്ടാ, മോൻ പറഞ്ഞതല്ലേ കേട്ടോ, പറാസ്കെന്ന് കേട്ടാ. അവൻ്റെ ശത്രുവാണേ, അവൻ്റെ ശത്രുവാണ് വന്നത്. ഞാൻ അതെല്ലാം പിടിച്ച് ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലൊന്നും കാര്യമായിട്ട് നോക്കല്ലേ, തീരെ വൃത്തിയൊന്നും അതല്ല. ഇന്ന് ദിവസം രാവിലെ പള്ളിയിൽ പോകുക, വൈകുന്നേരം വരെ വൃത്തിയാക്കാനൊന്നും നേരമില്ല. അതാണ് ക്ഷമിച്ചാൽ കേട്ടോ. കേട്ടാ, അടിപൊളിയായിട്ട് ശത്രുവിനെ പറാസ്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ച കേട്ടാ. കണ്ടാ എൻ്റെ മോനെ കണ്ടാ, മോനെ ഞാൻ ബോൾഡാക്കിയാണ് വളർത്തിയത്. നിങ്ങൾ കണ്ടില്ലേ? നന്നായിട്ട് കാണണം. ഇതെല്ലാണ് മനുഷ്യന്മാരെ വെച്ചെടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. ഇതില്ലേ ഷുട്ടുവിൻ്റെ ഭയങ്കര ശത്രുവാണ്. പക്ഷേ ചില സമയം ഞാൻ പറയുന്നു, മോനെ ഭയങ്കര ഇതാക്കിയിട്ട് വളർത്തുക, ബോൾഡായിട്ട് വളരണം. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ എങ്ങനെയാണെങ്കിലും അത് ഇത് ചെയ്യണം. നമ്മൾ സ്വയരക്ഷയല്ലേ വേണ്ടത്. ഇങ്ങനെയാണ് കേട്ടോ. ചെക്കൻ പല ഭാഷകളിൽ പറാസ്ക് എന്ന് പറഞ്ഞാ അങ്ങനെയാണ്. നമ്മളെ വെറുതെ ഓരോ കാര്യത്തിനും അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ തന്നെ പ്രതികരിക്കണം. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ ഈ അമ്മമാരുടെ ചാനലിലൂടെ പുറത്തേക്ക് വിടുന്നത്. എന്ത് സന്ദർഭം വന്നാലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞാൽ, വെറുതെ ഇരിക്കുന്ന നമ്മളെ അറ്റാക്ക് വരുന്ന ചെറിയ ചില ചറ്റകൾ, നായ്ക്കൾ, അത് ഞാൻ രംഗത്തേക്ക് കൊണ്ടുവരികയാണ് അമ്മമാർക്ക് വേണ്ടി എന്ന ചാനലിലൂടെ. എനിക്ക് അധികം നേരമില്ല, ഞാൻ മാഹി പള്ളിയിലേക്ക് പോവുകയാണ്. എന്നെ വേദനിച്ച് വരെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. എന്നെ വേദനിച്ച് പിച്ചേറെ ഈ മനുഷ്യജീവി പൂച്ചകളിലൂടെ എൻ്റെ മോനെ വെച്ചിട്ട് ഞാൻ റീൽ ചെയ്യാണ്. ബൈ. അധികം പറയുന്നില്ല. ഇനി അധികം റീലൊന്നും വേണ്ട, ഈ ഒരൊറ്റ റീൽ മതി. ബായ്. സുജിത ഗിരീഷ് ബാബു, കോഴിക്കോട്. എൻ്റെ ശരിയായ സ്ഥലം മാഹി. കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് തന്നെ എന്നെ അറ്റാക്ക് ചെയ്തു, അങ്ങേയറ്റം അറ്റാക്ക് ചെയ്തു ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് വേണ്ടി ഈ റീൽ ഞാൻ സമർപ്പിക്കുന്നു.